Hi everyone, it's me Rahul. Welcome to my Internet FX, my YouTube channel. So നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, സോ കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ എൻഡ് ചെയ്തത്. അതുകൊണ്ട് ദാറ്റ്സ് വൈ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നാളത്തെ അനാലിസിസിലോട്ട് പോകാം. അതിന് മുന്നേ ഇന്നത്തെ എങ്ങനെയായിരുന്നു നമ്മുടെ മാർക്കറ്റ് അനാലിസിസ്, എങ്ങനെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ച് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീഡിയോ മാത്രം കണ്ട് അനാലിസിസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് മാർക്കറ്റിനെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കോ നമ്മുടെ വീഡിയോ എപ്പോഴും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് മാറാറുണ്ട്. സോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഈ 1 മന്തായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അതേപോലെ പ്ലേ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഏൺ ചെയ്യാൻ കഴിയും. സോ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് നമ്മൾ അനാലിസ് ചെയ്യുന്നത് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് മാർക്കറ്റ് ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് താഴെ വന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ദിസ് ഇസ് എ 945 ക്യാൻഡിൽ. സോ മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. സോ ഇത് മാർക്കറ്റ് എന്താണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തത് അല്ലേ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് മുകളോട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്നിട്ട് നേരെ താഴെ വന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും, മുകളിലോട്ട് മൂവ് ചെയ്യും എന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എക്സാക്ട്ലി മാർക്കറ്റ് ഇന്നലെ എന്ത് ചെയ്തു, മാർക്കറ്റ് വന്നു ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. ഞാൻ ഇവിടുന്ന് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ താഴെ തന്നെ എനിക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ സിനാരിയോ ഓൾറെഡി തീർന്നു. നമുക്ക് നാളത്തെ നോക്കാം. സോ മാർക്കറ്റ് ഞാൻ പറയുന്നുണ്ട്, മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആണ്. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, നമ്മൾ ബേസിക് പ്രൈസ് ആക്ഷൻ അറിയുന്നവർക്ക് മനസ്സിലാവും. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ലോ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഇതൊരു ഹൈ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് ഹയർ ലോ ആൻഡ് ഹയർ ഹൈ. ഓക്കെ, മാർക്കറ്റ് പ്രോപ്പർ നമ്മുടെ എന്താണോ ബേസിക് പ്രൈസ് ആക്ഷൻ അത് മാച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആസ് പെർ SMC നമ്മുടെ പാച്ചിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലെ FEG. സോ സ്റ്റുഡൻസ് നിങ്ങൾ കാണുന്നതിന് മനസ്സിലാവും ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലുള്ള FEG. സോ വാലിഡ് FEG. ദാറ്റ്സ് വൈ മാർക്കറ്റ് അവിടെ വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് ചാൻസ് എന്തിനുണ്ടായിരുന്നു, കാരണം ഈ ഒരു മൂവ്മെൻറ്റിലും മാർക്കറ്റിന് ഇവിടെ ചെറിയ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെയും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പും മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, സോ നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക, ഹയർ ടൈം ഫ്രെയിമിൽ ഡ്രോ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ കഴിയും. ആൻഡ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിരുന്ന ട്രേഡെല്ലാം നല്ലപോലെ പോയിരുന്നു. ആ ട്രേഡൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കോൾസും കിട്ടും. ഓക്കെ, നിഫ്റ്റിയുടെ കോൾസ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ കറക്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ നിഫ്റ്റിയുടെ കോൾസാണ് കൊടുക്കാത്തത്. കാരണം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നോക്കി നിങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നാളെ നമ്മുടെ സിമ്പിൾ, നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നാളെയും നമുക്കിതാ ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഇവിടെ നാളെ നമുക്കൊരു FEG ഉണ്ട്. മാർക്കറ്റ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് ഈ FEGയിൽ വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യും. ഓക്കെ, ഇത് നോർമൽ കേസ്. ഈ FEG വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യും. നാളെ ഇവിടുന്ന് മാർക്കറ്റിൽ താഴോട്ട് വന്ന്, അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നെങ്കിലും ഞാൻ ബൈ ഓൺ ദി ഡിപ്പാണ് ചെയ്യുക. ഓക്കെ, അതല്ല മാർക്കറ്റ് താഴോട്ട് വന്നാലും ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ ഞാൻ മുകളിലോട്ട് ട്രേഡ് ചെയ്യും. സോ നാളെയും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നവരെ മാർക്കറ്റിൽ ഞാനിനി എന്താണ് ബുള്ളിഷാണ്. അതായത് 24,100 താഴെ മാർക്കറ്റ് പോകുന്നവരെ ഞാൻ ബുള്ളിഷാണ്. ഓക്കെ, മാർക്കറ്റ് അഥവാ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ തിരിച്ച് വന്ന് ഇവിടെ ഒരു ചേഞ്ച് ഇൻ പൊളാരിറ്റി, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ ഞാൻ താഴോട്ട് ട്രേഡ് ചെയ്തുള്ളൂ. സോ ഇതും എൻ്റെ ഒരു ട്രേഡ് ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ബൈ ഓൺ ദ ഡിപ്പ്, ഒന്നെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് സെക്കൻഡ്, മാർക്കറ്റ് നേരെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരാൻ. ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട്
താഴെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡേ ഹൈ സപ്പോർട്ടായിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് പോകാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് മുകളിലുണ്ട് 24,236. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് ഇതിന് മുകളിലുള്ള ടാർഗറ്റ് വരച്ചിട്ടില്ല, ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, സോ നമ്മുടെ അടുത്ത ടാർഗറ്റ് നമ്മുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്ത ടാർഗറ്റ് നമ്മുടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. സോ ഈ ഗ്യാപ്പ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായിട്ട് ഞാൻ എടുക്കുക. ഓക്കെ, ദിസ് ഇസ് മൈ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, 24,283 ആണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, അപ്പം സിനാരിയോ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ താഴെ വന്ന് ഈ ഡേ ഹൈ അല്ലെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ, അതാണ് ഫസ്റ്റ് പ്ലാൻ. സെക്കൻഡ് പ്ലാൻ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും താഴെ വന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ഒരു ബുള്ളിഷ് സിഗ്നൽ എന്തെങ്കിലും കാണുമ്പോൾ മുകളിലോട്ട്. ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ്റെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ഞാൻ താഴോട്ട് ട്രേഡ് എടുക്കും. ഓക്കെ, OE നമുക്ക് നോക്കാം. OE 24,100 ഇപ്പം നമുക്കൊരു സപ്പോർട്ടാണ്. അതായത് നേരത്തെ ഞാൻ അവിടെ വരച്ച സെയിം സാധനം ഇതൊരു നമ്മുടെ സപ്പോർട്ടാണ് ഇപ്പം. ഓക്കെ, 24,200 നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. നൗ പ്രസൻ്റ്ലി ദിസ് ഈസ് അവർ ഡാറ്റയിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഇതാണ്. അതിന് തൊട്ട് മുകളിൽ 24,234 ആൻഡ് 24,300. മറ്റേ ഈ ചാർട്ടിൽ ഞാൻ വരച്ച മാതിരി തന്നെ ഇത് നമ്മുടെ റെസിസ്റ്റൻസ്, അതിന് മുകളിലെ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ എന്താണ് നമ്മുടെ ടാർഗറ്റ്സ്. ഓക്കെ, ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, സോ നിങ്ങൾ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കുക. ഓക്കെ, പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി ഏതെങ്കിലും ഒരു ചാനലിലും സംതിങ് നോക്കി പഠിക്കുക. ഏതെങ്കിലും ഒരാളെ ഫോളോ ചെയ്യുക, ഒരുപാട് നോയ്സിൻ്റെ പുറകെ പോവാതെ, എന്നിട്ട് ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്. സോ ബൈ.